ഇന്ത്യയിലെ കുട്ടികൾ കൊറിയൻ ഡ്രാമകളിൽ സ്വാധീനിക്കപ്പെടുന്നുണ്ടോ? അടുത്ത കാലത്തായി ഇന്ത്യയിൽ പ്രത്യേകിച്ച് കുട്ടികളും കൗമാരക്കാരും ഉൾപ്പെടുന്ന പ്രേക്ഷകർക്കിടയിൽ കൊറിയൻ ഡ്രാമകൾ ഡ്രാമാസ് വലിയ സ്വീകാര്യത നേടിക്കൊണ്ടിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ്, മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി എളുപ്പത്തിൽ ലഭ്യമാകുന്ന ഈ സീരിയലുകൾ ഭാഷാ സാംസ്കാരിക അതിരുകൾ മറികടന്ന് ഇന്ത്യൻ കുട്ടികളുടെ ജീവിതശൈലിയിലും ചിന്താഗതിയിലും വ്യക്തമായ സ്വാധീനം ചെലുത്തുന്നു. കൊറിയൻ ഡ്രാമകളുടെ ഏറ്റവും വലിയ ആകർഷണം അവയിലെ കഥ പറച്ചിലാണ്. കുടുംബ ബന്ധങ്ങൾ, സൗഹൃദം, കഠിനാധ്വാനം, സ്വപ്നങ്ങൾ, മാനുഷിക മൂല്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ലളിതവും വികാരപരവുമായ രീതിയിൽ അവതരിപ്പിക്കുന്നതിനാൽ കുട്ടികൾക്ക് അവയുമായി എളുപ്പം ബന്ധപ്പെടാൻ സാധിക്കുന്നു. പല ഡ്രാമകളിലും കാണുന്ന പരിശ്രമത്തിലൂടെ വിജയിക്കുന്ന കഥാപാത്രങ്ങൾ കുട്ടികളിൽ ആത്മവിശ്വാസവും ലക്ഷ്യബോധവും വളർത്താൻ സഹായിക്കുന്നു. പ്രത്യേകിച്ച് പഠനത്തിലും കഴിവ് വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കഥകൾ കുട്ടികളെ പ്രചോദിപ്പിക്കുന്നതായാണ് കാണുന്നത്. അതേസമയം കൊറിയൻ ഡ്രാമകൾ കുട്ടികളുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുന്നവയാണെന്നും ശ്രദ്ധിക്കേണ്ടതാണ്. കൊറിയൻ വസ്ത്രശൈലി, ഭക്ഷണ രീതികൾ, സംഗീതം, K-pop, ഭാഷ തുടങ്ങിയവയോട് ആസ്വാദനമാണ് ഉണ്ടാകുന്നത്. ചിലർ കൊറിയൻ ഭാഷ പഠിക്കാൻ പോലും താല്പര്യം കാണിക്കുന്നു. ഇതൊരു വിധത്തിൽ സാംസ്കാരിക വൈവിധ്യത്തെ അംഗീകരിക്കാനും ആഗോള കാഴ്ചപ്പാട് വികസിപ്പിക്കാനും സഹായകരമാണ്. എന്നാൽ അതിര് കടന്ന ആരാധന ചിലപ്പോൾ സ്വന്തം സംസ്കാരത്തോടുള്ള അകലം സൃഷ്ടിക്കാനും ഇടയാക്കാം. മറ്റൊരു പ്രധാന സ്വാധീനം കുട്ടികളുടെ മാനസിക ലോകത്താണ്. റൊമാൻറ്റിക് ഘടകങ്ങൾ നിറഞ്ഞ ഡ്രാമകൾ കൗമാരക്കാരിൽ യാഥാർത്ഥ്യബോധമില്ലാത്ത പ്രതീക്ഷകൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. ജീവിതം എപ്പോഴും റൊമാൻറ്റിക് ആയിരിക്കുമെന്ന ധാരണ, ബന്ധങ്ങളെ അതിയായി ഐഡിയലൈസ് ചെയ്യുന്നത് എന്നിവ ചില കുട്ടികളെ നിരാശയിലേക്കും മാനസിക സമ്മർദ്ദത്തിലേക്കും നയിക്കാം. കൂടാതെ ദീർഘസമയം സ്ക്രീനിന് മുന്നിൽ ചെലവഴിക്കുന്നത് പഠനത്തെയും ശാരീരിക പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയുണ്ട്. ഇന്ത്യൻ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഇവിടെ നിർണായകമായൊരു പങ്കുണ്ട്. കുട്ടികൾ കാണുന്ന ഉള്ളടക്കത്തെക്കുറിച്ച് അവരോട് തുറന്നു സംസാരിക്കുക, നല്ലതും മോശവും തിരിച്ചറിയാൻ സഹായിക്കുക, സമയ നിയന്ത്രണം പാലിക്കാൻ പ്രോത്സാഹിപ്പിക്കുക എന്നിവ അത്യാവശ്യമാണ്. കൊറിയൻ ഡ്രാമകളിലെ നല്ല മൂല്യങ്ങൾ ഉൾക്കൊണ്ട് അതിലെ അസാധ്യമായ പ്രതീക്ഷകൾ യാഥാർത്ഥ്യവുമായി താരതമ്യം ചെയ്ത് മനസ്സിലാക്കാൻ കുട്ടികളെ സഹായിക്കണം. ചുരുക്കം പറയുകയാണെങ്കിൽ കൊറിയൻ ഡ്രാമകൾ ഇന്ത്യയിലെ കുട്ടികളെ അനുകൂലമായും പ്രതികൂലമായും സ്വാധീനിക്കുന്നുണ്ട്. ശരിയായ മാർഗനിർദ്ദേശത്തോടെയും സമതുലിതമായ സമീപനത്തോടെയും അവ കാണുന്നുവെങ്കിൽ ഈ കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിനും ആരോഗ്യബോധത്തിനും സഹായകമാകും. എന്നാൽ നിയന്ത്രണമില്ലാതെ ഉപഭോഗം കുട്ടികളുടെ മാനസികവും സാമൂഹികവുമായ വളർച്ചയെ ബാധിക്കാനിടയുള്ളതിനാൽ ബോധപൂർവമായ ഇടപെടൽ അനിവാര്യമാണ്.